ആഴ്സണൽ ഫാൻസ് എല്ലാം നല്ല ആവേശത്തിലാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഒരു കാത്തിരിപ്പിനാണ് ഇപ്പം ഗ്യോക്കറസിന്റെ വരവോടെ വിരാമമാകാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ 2-3 സീസണുകളിലായിട്ട് ഈ പ്രശ്നം ആഴ്സണലിനെ അലട്ടിയിരുന്നു. കാരണം നല്ലൊരു ഗോൾ സ്കോർ ഇല്ല, പ്രൂവൺ ആയിട്ടുള്ള ഒരു ഗോൾ സ്കോർ ഇല്ല, നമ്പർ 9 ഇല്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. പലപ്പോഴും ഗോൾസ് വരുന്നില്ല വേണ്ടത്ര രീതിയിൽ. മികച്ച രീതിയിൽ കളി കാഴ്ചവെക്കുന്നു, മികച്ച പെർഫോമൻസ് ഉണ്ടാകുന്നു, പക്ഷെ ഗോളാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. ചാൻസസ് കൺവേർട്ട് ചെയ്ത് ഗോളാക്കാൻ പറ്റുന്നില്ല. അതിനുള്ള ഒരു പ്ലെയർ ഇല്ല. പലപ്പോഴും കൈ ഹാവേർട്സിനെ പോലെയോ അല്ലെങ്കിൽ മിക്കൽ മെറിനെയോ പോലുള്ള പ്ലേയേഴ്സിനെയൊക്കെ അവരുടെ ബേസിക് പൊസിഷൻ അല്ലായിരുന്നിട്ട് പോലും അവരെ ഒരു സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ആർട്ടേറ്റയ്ക്ക്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നു. ഒരു പ്രൂവൺ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ സ്കോറിനെ ലഭിച്ചിരിക്കുന്നു. വിക്ടർ ഗ്യോക്കറസ് വളരെ നല്ല രീതിയിൽ വാർത്തകളിൽ നിറഞ്ഞു തന്നൊരു പ്ലെയറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കഴിഞ്ഞ 2 സീസണുകളിലായിട്ട് സ്പോർട്ടിങ്ങിന് വേണ്ടി പോർച്ചുഗീസ് ലീഗിൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. മൊത്തം സ്പോർട്ടിങ്ങിന് വേണ്ടി 102 മത്സരങ്ങളിൽ നിന്ന് 97 ഗോളുകളാണ് വിക്ടർ ഗ്യോക്കറസ് അടിച്ചുകൂട്ടിയത്. കഴിഞ്ഞ സീസണിൽ പോർച്ചുഗീസ് ലീഗിൽ മാത്രം 39 ഗോളുകൾ നേടിയിട്ടുണ്ട്. ടോപ്പ് 8 ലീഗുകൾ, യൂറോപ്പിലെ ടോപ്പ് 8 ലീഗുകളിലെ ഏറ്റവും മികച്ച ഫിഗറാണ് അത്. അപ്പം വിക്ടർ ഗ്യോക്കറസ് വരുമ്പോൾ ആഴ്സണലിന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കും, പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ന്യൂനതയായിട്ട് പൊതുവെ പറയുന്നത് ഗ്യോക്കറസ് വരുന്നത് പോർച്ചുഗീസ് ലീഗിൽ നിന്നാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ലോകത്തെ ഏറ്റവും മികച്ച ലീഗാണ്. എന്നാൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്ന പോർച്ചുഗീസ് ലീഗിൽ നിന്ന് വരുമ്പോൾ എങ്ങനെ ഗ്യോക്കറസിന് ആ ഒരു പെർഫോമൻസ് ഇവിടെ ആവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. മുമ്പ് ഡാർവിൻ ന്യൂനസ് പരാജയപ്പെട്ട എക്സാമ്പിൾ ഒക്കെയാണ് പറയുന്നത്. പക്ഷെ അത് പൂർണ്ണ അർത്ഥത്തിൽ ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഗ്യോക്കറസിനെ സംബന്ധിച്ച് ഗ്യോക്കർ ഒരു പെട്ടെന്നുള്ള ഒരു സെൻസേഷൻ അല്ല. ഗ്യോക്കറസ് ഓൾറെഡി ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടാണ് പിന്നെ സ്പോർട്ടിങ്ങിന് വേണ്ടി കളിക്കാൻ പോയത്, അല്ലെങ്കിൽ പോർച്ചുഗീസ് ലീഗിലേക്ക് കൂടുമാറിയത്. ബ്രൈറ്റൺ, സ്വാൻസി എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചു. പക്ഷെ അവിടെ വേണ്ടത്ര രീതിയിൽ ക്ലിക്ക് ആയില്ല. പിന്നെ കൊവൻട്രിയിലെത്തി, കൊവൻട്രിയിൽ ലോണിൽ വന്നു, പിന്നീട് കൊവൻട്രിയുടെ താരമായി മാറി. അവിടെ മികച്ച പെർഫോമൻസ് തന്നെയാണ് ഗ്യോക്കറസ് കാഴ്ചവെച്ചത്. 40 ഗോളുകൾ 2 സീസണിൽ നിന്നായിട്ട് കോവൻട്രിക്ക് വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ട് വിക്ടർ ഗ്യോക്കറസ്. അതായത് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു നിലവാരം നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. കാരണം പോർച്ചുഗീസ് ലീഗിനേക്കാൾ റാങ്കിങ്ങിൽ മുകളിൽ നിൽക്കുന്നതാണ് ഇംഗ്ലീഷ് 2ാം ഡിവിഷനായ ചാമ്പ്യൻഷിപ്പ്. അപ്പൊ ചാമ്പ്യൻഷിപ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് ഗോളുകളൊക്കെ കണ്ടെത്തിയതിനു ശേഷമാണ് വിക്ടർ ഗ്യോക്കറസ് പോർച്ചുഗീസ് ലീഗിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആവണമെന്നില്ല. പിന്നെ ആറ്റിറ്റ്യൂഡൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്ലെയർ ആണ് വിക്ടർ ഗ്യോക്കറസ്. ഫിസിക്കാലിറ്റി ഉണ്ട്, പവർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. 6 അടി 4 ഇഞ്ച് ഉയരമുള്ള ഒരു പ്ലെയർ ആണ്. ബോൾ ഹോൾഡ് ചെയ്യാനും ബോൾ വളരെ കൂടുതൽ ഡിസ്റ്റൻസ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. പ്രത്യേകിച്ച് ആഴ്സണലിന്റെ ആ ഒരു ട്രാൻസിഷൻ, അതായത് അറ്റാക്കിലേക്ക് കറക്റ്റായിട്ട് സ്പീഡ് കൊണ്ടുവരാൻ വിക്ടർ ഗ്യോക്കറസിന് സാധിക്കും. പ്രത്യേകിച്ച് ഡിഫൻസിൽ നിന്ന് അറ്റാക്കിങ്ങിലേക്കുള്ള ഒരു ട്രാൻസിഷൻ കുറച്ചും കൂടി സ്മൂത്ത് ആക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് വിക്ടർ ഗ്യോക്കറസ്. നല്ല ഏരിയൽ എബിലിറ്റി ഉള്ള പ്ലെയർ ആണ്. ഏരിയൽ ഡുവൽസ് ഒക്കെ വിജയിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു താരമാണ്. അത് മാത്രമല്ല, ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ബോളും കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഇപ്പൊ 2-3 ഡിഫൻഡർമാർ ചാലഞ്ചിന് വന്നാൽ പോലും അവരെ മറികടന്ന് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് വിക്ടർ ഗ്യോക്കറസിനുള്ളത്. കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള സ്പോർട്ടിങ്ങിന്റെ പെർഫോമൻസ് ഗ്യോക്കറസിന്റെ ആ ഒരു ടോട്ടൽ ഇമ്പാക്റ്റ് ഒക്കെ കാണാൻ സാധിച്ചിരുന്നു. അപ്പം ആ ഒരു താരത്തിന് ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ കളിക്കാൻ സാധിക്കുമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പിന്നെ ആഴ്സണലിന്റെ ആകെ ഉണ്ടായിരുന്ന ഒരു വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് വിക്ടർ ഗ്യോക്കറസിനെ പോലെ ഒരു നല്ല സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതായിരുന്നു. കാരണം പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ഡിഫൻസ് ഉള്ള ടീമാണ് ആഴ്സണൽ. അതുകൂടാതെ നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. അപ്പൊ ഡെക്ലാൻ റൈസും ഇപ്പൊ സുബിമന്റിയും എത്തിയിരിക്കുന്നു. അപ്പൊ ഡെക്ലാൻ റൈസ്, സുബിമന്റി, ഒഡേഗാർഡ്, പിന്നെ അതുകൂടാതെ സാക്കെ പോലുള്ള ഒരു പ്ലെയർ. അപ്പൊ ഇത്തരം പ്ലെയേഴ്സ് ഉണ്ടാവുമ്പോൾ ഇവരുടെയൊക്കെ ബോൾ സപ്ലൈ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും വിക്ടർ ഗ്യോക്കറസിന് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പാസ് നൽകാനും ക്രോസ് നൽകാനും അസിസ്റ്റ് നൽകാനും പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാൻ ഗ്യോക്കറസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇപ്പം എബർഷിയസെ പോലുള്ള പ്ലെയർ ഒക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി ആഴ്സണലിന്റെ സൈഡിലേക്ക് വരും. ഈ സീസണിൽ ആഴ്സണലിന്റെ സൈനിങ്സ് ഒക്കെ കിടിലൻ സൈനിങ്സ് തന്നെയായിരുന്നു. കാരണം വളരെ ആവശ്യമുള്ള സൈനിങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 200 മില്യൺ എടുത്ത് പണം ചെലവിട്ടാണ് ഇപ്പം നിലവിൽ ആഴ്സണൽ ഇത്രയും താരങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം വിക്ടർ ഗ്യോക്കറസ്, പിന്നെ അതുകൂടാതെ സുബിമെന്റി, നോർഗാർഡ് നല്ലൊരു ഓപ്ഷനാണ്. മിഡ്ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയുള്ള പ്ലെയർ ആണ്. ഓൾറെഡി സെറ്റായ ഡിഫൻസിനെ ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു തീരുമാനമായിരുന്നു ക്രിസ്ത്യൻ മോസ്ക്വേറയുടെ സൈനിങ്. 21 വയസ്സ് മാത്രമുള്ള ഒരു പ്രോമിസിംഗ് ആയുള്ള യങ് സെന്റർ ബാക്ക് ആണ് മോസ്ക്വേറ. അപ്പൊ മോസ്ക്വേറയുടെ ആ ഒരു സൈനിങ്ങിനെ ഒരു ഫ്യൂച്ചർ ലക്ഷ്യമിട്ടുള്ള സൈനിങ് ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അതുകൂടാതെ കെപ്പയെ കൊണ്ടുവരാൻ സാധിച്ചു. ഡേവിഡ്
വിഡ്രായൊക്കെ നല്ലൊരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ഗോൾ കീപ്പറെ തന്നെ ചെൽസിയുടെ മുൻ ഗോൾ കീപ്പറൊക്കെ ആയ കെപ്പയെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പൊ ആസനലിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിലൊക്കെ ടീം നേരിട്ട പ്രശ്നങ്ങൾ, ബെഞ്ച് സ്ട്രെങ്ത് ഇല്ലായ്മ, അതുകൂടാതെ മികച്ചൊരു ഗോൾ സ്കോർ ഇല്ല. അപ്പൊ ഇതെല്ലാം ഓവർകം ചെയ്തിരിക്കുകയാണ്. മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവായുള്ള സൈനിങ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നു. അവർ അതിനുള്ള എല്ലാ സപ്പോർട്ടും നൽകിയിരിക്കുന്നു. അപ്പൊ ഇനി വേണ്ടത് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ആർട്ടേറ്റയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സീസണാണ് വരാൻ പോകുന്നത്. ഇനിയും ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം പെർഫോം ചെയ്ത് കൺസിസ്റ്റൻസിയോടെയുള്ള ഒരു പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ സീസണിലൊക്കെ 14 മത്സരങ്ങളാണ് സമനിലയിൽ കലാശിച്ചത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടായി, ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ആസനൽ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിൽ നമുക്കറിയാം, കഴിഞ്ഞ സീസണുകളിലൊക്കെ ആസനൽ നേരിട്ട് ഒരു പ്രധാന പ്രശ്നം, തുടക്കത്തിലൊക്കെ നന്നായിട്ട് കളിക്കും, പക്ഷെ അവസാനം എത്തുമ്പോൾ കലമുടയ്ക്കും, അല്ലെങ്കിൽ താരങ്ങൾക്ക് പരിക്ക് വരുമ്പോൾ ടീമിനെ അത് ബാധിക്കുന്നു, അല്ലെങ്കിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യപ്പെടുന്ന അവസ്ഥ. അപ്പൊ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും. കാരണം ഈ സൈന്യങ്ങളൊക്കെ വഴി അതിനുള്ളൊരു ചേഞ്ച് ഉണ്ടാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത്തവണ വിജയത്തിൽ കുറഞ്ഞൊന്നും, പ്രീമിയർ ലീഗ് കിരീടത്തിൽ കുറഞ്ഞൊന്നും ആസനൽ ലക്ഷ്യമിടുന്നുണ്ടാകില്ല. പിന്നെ ഇത്തവണത്തെ ചാലഞ്ച് അത്ര എളുപ്പമായിരിക്കില്ല. ഓൾറെഡി ആർട്ടേറ്റ പറഞ്ഞിരിക്കുന്നത് 9 ടീമുകൾ ഇത്തവണ പ്രീമിയർ ലീഗ് കണ്ടന്റേഴ്സ് എന്നുള്ള രീതിയിൽ ഉണ്ടെന്നൊക്കെയാണ്. അപ്പം എന്തായാലും നല്ലൊരു ഫൈറ്റ് ആണ് നടക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റി പഴയ ഒരു ഫോമിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ എന്തായാലും രണ്ടും കൽപ്പിച്ചായിരിക്കും പെപ്പിന്റെ ടീം. പെപ്പിനാണെങ്കിലും വളരെ ഒരു എന്താ പറയുക, കഴിഞ്ഞ സീസണിൽ ആ ക്ഷീണം മുഴുവൻ അകറ്റി ഒരു പുതിയ രീതിയിലുള്ള ഒരു ഊർജ്ജം കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ചെൽസി ആണെങ്കിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് ഒക്കെ നേടി ഒരു യങ് സ്ക്വാഡ് എന്നുള്ള രീതിയിൽ വളരെ കോൺഫിഡന്റോടെ നിൽക്കുകയാണ്. ലിവർപൂളിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മികച്ച സൈന്യങ്ങളൊക്കെ നടത്തി നിലവിലെ ചാമ്പ്യന്മാർ ഇത്തവണയും ഒരു ടോപ്പ് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ആസ്റ്റൺ വില്ല, ടോട്ടൻഹാം ഒരുപാട് മികച്ച സൈന്യങ്ങളൊക്കെ നടത്തി തോമസ് ഫ്രാങ്ക് വന്നിരിക്കുന്നവരുടെ കോച്ചായിട്ട്. പിന്നെ ബ്രൈറ്റൺ ഉണ്ട്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണെങ്കിലും നല്ല ചാലഞ്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. പിന്നെ യുണൈറ്റഡ് ആണെങ്കിലും നിർണായക സൈന്യങ്ങളൊക്കെ നടത്തി ഇത്തവണ നല്ലൊരു ഫൈറ്റ് കൊടുക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് അവരും നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ആസനലിന് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെ വരും എന്നുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ വിക്ടർ ഗ്യോക്കറസിന്റെ ഒരു സൈനിങ്ങിനെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.